ഇനി നമ്മൾ സ്ക്വയറിനെ കുറിച്ചും ക്യൂബിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. എന്താണ് സ്ക്വയർ എന്നും എന്താണ് ക്യൂബ് എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് സ്ക്വയറിനെ കുറിച്ച് പറയാം. ഓക്കെ, ഒരു നമ്പറിൻ്റെ പവർ 2 ആണെങ്കിൽ അതിനെ നമ്മൾ ആ നമ്പറിൻ്റെ സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഒരു നമ്പറിൻ്റെ പവർ 2 ആണെങ്കിൽ അതിനെ നമ്മൾ ആ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ 3 raised to 2. 3 raised to 2. ഇവിടെ നോക്കൂ, ഇവിടെ 3യുടെ പവർ 2 ആണ് അല്ലേ? 3യുടെ പവർ 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 3 സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? 3 സ്ക്വയർ. 3 സ്ക്വയർ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. കാരണം ഇവിടെ 3യുടെ പവർ 2 ആണ്. ക്ലിയർ ആണോ? എന്താണ് സ്ക്വയർ എന്ന് മനസ്സിലായോ? 3 സ്ക്വയർ ആണ് ഇത്. ഇനി നമുക്ക് 3 സ്ക്വയർ എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 3 ആണ് അല്ലേ? 3 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് 3 raised to 2. ഓക്കെ, അതുകൊണ്ട് 3 raised to 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ആണ്. ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 എത്രയാണ്? 3 ഇൻറ്റു 3 9 ആണ്. 9. ഓക്കെ, അപ്പോൾ 3 സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ 9 ആണ്. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ് 3യുടെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ എത്രയായിരിക്കും? 4 സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 4 എന്നെഴുതിയിട്ട് മുകളിൽ 2 എന്ന് എഴുതണം അല്ലേ? 4 raised to 2 ആണ് 4 സ്ക്വയർ. 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 4 ഇൻറ്റു 4 ആയിരിക്കും അല്ലേ? 4 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 16 ആണ്. 16. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ് 4ൻ്റെ സ്ക്വയർ. ഇനി അവസാനമായിട്ട് നമുക്ക് 7 സ്ക്വയർ കൂടെ ഒന്ന് കണ്ടെത്തി നോക്കാം. 7 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 7 ഇൻറ്റു 7 എന്നാണ് വരിക അല്ലേ? 7 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു എത്രയാണ്? 7 ഇൻറ്റു 7 49 ആണ്. 49 ആണ് 7 സ്ക്വയർ. ഓക്കെ, എന്താണ് സ്ക്വയർ എന്ന് പിടികിട്ടിയല്ലോ? ഒരു നമ്പറിൻ്റെ സെക്കൻഡ് പവർ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ പവർ 2 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സ്ക്വയർ എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്താണ് ക്യൂബ് എന്ന് പഠിക്കാം. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ പവർ 3 ആണെങ്കിൽ അതിനെ നമ്മൾ ആ നമ്പറിൻ്റെ ക്യൂബ് എന്ന് വിളിക്കുന്നു. എന്താണ്? ഒരു നമ്പറിൻ്റെ പവർ 3 ആണെങ്കിൽ അതിനെ നമ്മൾ ആ നമ്പറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ 2 raised to 3. 2 raised to 3. ഇവിടെ നോക്കൂ, ഇവിടെ പവർ എത്രയാണ്? 2ൻ്റെ പവർ ഇവിടെ 3 ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഇത് 2ൻ്റെ ക്യൂബ് ആണ്. എന്താണ്? 2ൻ്റെ ക്യൂബാണ് ഇത്. കാരണം ഇവിടെ 2ൻ്റെ പവർ 3 ആണ്. മനസ്സിലായല്ലോ? 2 ക്യൂബ് എന്നാണ് ഇത് നമ്മൾ വായിക്കുന്നത്. 2 ക്യൂബ്. ഓക്കെ, ഈസ് ഈക്വൽ ടു 2ൻ്റെ ക്യൂബ് എത്രയായിരിക്കും? അപ്പോൾ 2 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം? 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 ആണ് അല്ലേ? 4 ഇൻറ്റു 2ഓ? 4 ഇൻറ്റു 2 8 ആണ്. 8. അപ്പോൾ 2ൻ്റെ ക്യൂബ് എത്രയാണ്? 2ൻ്റെ ക്യൂബ് 8 ആണ്. 2 ക്യൂബ് ഈസ് ഈക്വൽ ടു 8. ക്ലിയർ? എന്താണ് ക്യൂബ് എന്ന് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 3 ക്യൂബ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 3 എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലും 3 എന്ന് എഴുതണം അല്ലേ? 3 raised to 3 ആണ് 3 ക്യൂബ്. ഓക്കെ, ഈസ് ഈക്വൽ ടു 3 ക്യൂബ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ഈസ് ഈക്വൽ ടു 3 എന്ന നമ്പർ
3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 ക്യൂബ് കിട്ടുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 × 3 9 ആണ്. 9 × 3യോ 9 × 3 27 ആണ്. 27. ഓക്കെ, അപ്പോൾ 3 ക്യൂബ് എത്രയാണ്? 27 ആണ് 3 ക്യൂബ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 5 ക്യൂബ് കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 5 ക്യൂബ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 5 × 5 × 5 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 5 × 5 എത്രയാണ്? 5 × 5 25 ആണ്. അതിനെ വീണ്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 25 × 5 ചെയ്യണം. 5 × 5 എത്രയാണ്? 5 × 5 25 ആണ് അല്ലേ? 25ൽ 5 ഞാനിവിടെ എഴുതുന്നു, 2 ഇവിടെ എഴുതുന്നു. 2 × 5 എത്രയാണ്? 2 × 5 10 ആണ്. 10 + 2ഓ 10 + 2 12 ആണ്. 12. ഓക്കെ, അപ്പോൾ 25 × 5 എത്രയാണ്? 125 ആണ് ആൻസർ. 5 ക്യൂബ് ഈസ് ഈക്വൽ ടു 125. ഓക്കെ, 5 ക്യൂബ് എത്രയാണ്? 125 ആണ് 5ൻ്റെ ക്യൂബ്. ക്ലിയർ ആണല്ലോ? എന്താണ് ക്യൂബ് എന്ന് മനസ്സിലായല്ലോ? ഒരു നമ്പറിൻ്റെ പവർ 3 ആണെങ്കിൽ അതിനെ നമ്മൾ ആ നമ്പറിൻ്റെ ക്യൂബ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സ്ക്വയർ എന്നും ക്യൂബ് എന്നും പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.